ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോഴുള്ള നിങ്ങളോടുള്ള ആക്ച്വൽ ഫീലിങ്സ് എന്താണ്. അപ്പൊ നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം. ഓക്കെ, അതായത് ഒരു സ്നേഹനിധിയായിട്ടുള്ള ഒരു വ്യക്തി, നിങ്ങൾ സ്നേഹനിധിയായിട്ടുള്ള അത്രയും സ്നേഹം വാരിക്കോരി കൊടുക്കാൻ അറിയാവുന്ന ഒരു വ്യക്തിയാണെന്ന് നിങ്ങളുടെ വ്യക്തിക്ക് അറിയാം. ഓക്കെ, നിങ്ങൾ ഒരുപാട് പ്രതീക്ഷകളുമായിട്ട് ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് എൻ്റർ ചെയ്ത ഒരു ബന്ധമാണ് ഈ ഒരു ബന്ധം. പക്ഷേ ഹോട്ടലാണെന്ന് കരുതി ബാർബർ ഷോപ്പിലോട്ട് കയറിയ പോലത്തെ കാര്യങ്ങളും ഇവിടെ കാണിക്കുന്നുണ്ട് കുറച്ചാളുകൾക്ക്. ഓക്കെ, അതായത് നിങ്ങൾ പ്രതീക്ഷിച്ച കാര്യങ്ങൾക്ക് വിപരീതമായിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ നടക്കാൻ തുടങ്ങി. കാരണം ഒരുപാട് വാഗ്ദാനങ്ങളും ഒരുപാട് എന്താ പറയുക വാക്കുകളും കൊണ്ടുള്ള പ്രതീക്ഷകളും ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ വ്യക്തി തന്നിട്ടുണ്ട്. അപ്പൊ അതിൽ നിങ്ങൾ ഉറച്ചു വിശ്വസിച്ചു, അതിനെ പിന്തുടർന്നുകൊണ്ടിരുന്നു. നിങ്ങളുടെ വ്യക്തി തന്ന വാഗ്ദാനങ്ങൾ പല കാര്യങ്ങളും മുന്നോട്ട് വെക്കാൻ തുടങ്ങി. എവിടെ എന്ത് വാഗ്ദാനങ്ങളൊക്കെ നിങ്ങൾ എന്താ പാലിക്കാത്തത്, അല്ലെങ്കിൽ നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നത്, അങ്ങനെയുള്ള രീതിയിലൊക്കെ നിങ്ങൾ പല കാര്യങ്ങളും ചോദിക്കുമ്പോൾ എപ്പോ വാഗ്ദാനം തന്നു, എപ്പോ അങ്ങനെയൊക്കെ തന്നു. കാരണം നിങ്ങളുടെ മനസ്സിൻ്റെ അകത്ത് ഇവര് തന്നതും പ്രവർത്തിച്ചതും എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിൻ്റെ അകത്തുണ്ട്. പക്ഷെ ഈ വാഗ്ദാനം തന്ന വ്യക്തിയുടെ മനസ്സിൻ്റെ അകത്ത് അതെല്ലാം വാനിഷ് ആയി പോയി, അല്ലെങ്കിൽ മാഞ്ഞു പോയിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ കാണിക്കുന്നത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്ക് ചില കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങളെ ഒന്ന് കൈവിടുന്ന പരിപാടി കാണിക്കും. ഒന്നല്ലെങ്കിൽ ചില വ്യക്തികളുടെ കാര്യങ്ങൾ വരുമ്പോഴായിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ചില സിറ്റുവേഷൻസിന്റെ കാര്യങ്ങൾ വരുമ്പോഴായിരിക്കാം നിങ്ങളെ ഒന്ന് കൈവിട്ട് കളയുന്ന പരിപാടി. അത്രയും നാളും നിങ്ങൾ നല്ല സ്നേഹനിധിയാണ്, നിങ്ങളുടെ കയ്യിൽ സ്വർണ്ണഖനി പോലെ സ്നേഹത്തിന്റെ ഒരു ഖനി തന്നെയുണ്ട്, എല്ലാ കാര്യങ്ങളും അറിയാം. പക്ഷെ ചില സിറ്റുവേഷൻസോ ചില വ്യക്തികളുടേതായിട്ടുള്ള പരിപാടികളോ വരുമ്പോ അയ്യോ നിങ്ങൾ ആരാണ് എന്നുള്ള രീതിയിൽ വരെയുള്ള പരിപാടികൾ നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് കാണിക്കും. ചില സമയത്ത് എന്താ പറയാ ഈ ആളുടെ ക്യാരക്ടർ എന്താണെന്ന് നിങ്ങൾക്കും പിടികിട്ടാൻ പറ്റുന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഈ ആള് മുഴുവനുമായിട്ടുള്ള ഒരു പിടി നിങ്ങൾക്കും തരുന്നില്ല. നിങ്ങൾ തന്നെ വിചാരിക്കുക അയ്യോ ഇതെന്താ ഇങ്ങനെയൊക്കെ, അല്ലെങ്കിൽ എന്താ ഇങ്ങനെയൊക്കെ, ഞങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് എന്താ ഇങ്ങനെയൊക്കെ പോകുന്നത്, അയ്യോ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ ഞങ്ങളുടെ റിലേഷൻഷിപ്പ് പോകേണ്ടിയിരുന്ന അത്, അങ്ങനെയൊക്കെ നിങ്ങളും വിചാരിക്കും. നിങ്ങളും വിചാരിക്കുന്നത് മാത്രമല്ല, നിങ്ങൾ വിചാരിച്ച് മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിലായിട്ടുമുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് നടന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഇപ്പൊ നല്ല രീതിയിൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നല്ല രീതിയിൽ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഈ വ്യക്തിയുമായിട്ട് കൊണ്ടു നടന്നിട്ട് നിങ്ങൾ പോലും വിചാരിക്കാത്ത സമയത്ത് ഇപ്പൊ നമ്മള് ശത്രു രാജ്യങ്ങളുമായിട്ട് യുദ്ധം ഉണ്ടാവൂലേ, അപ്പൊ ശത്രു ചിലപ്പോൾ നമ്മൾ പോലും വിചാരിക്കാത്ത സമയത്തായിരിക്കും ഈ പാകിസ്ഥാൻകാരെ എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കുന്നത്. അതുപോലെ നിങ്ങൾ പോലും വിചാരിക്കാത്ത സമയത്ത് നിങ്ങളുടെ വ്യക്തിയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും രീതിയിലുള്ള ഓപ്പോസിറ്റ് പ്രവർത്തികൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, കിട്ടുന്നുമുണ്ട്. അപ്പൊ നിങ്ങൾ തന്നെ വിചാരിക്കും അയ്യോ ഇവരെന്താണ് ഇങ്ങനെ, ഇവരെന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നു. ചില ആളുകൾ വാക്കുകളും പ്രവർത്തികളും കൊണ്ട് നല്ല രീതിക്ക് നിങ്ങളെ വേദനിപ്പിക്കുന്നു, ചില ആളുകൾ അതൊന്നും അല്ല. ചില ഒരു 50% വ്യക്തികൾ മൗനയുദ്ധം ആചരിക്കുന്നു. മൗനയുദ്ധം
വഴക്കോ പ്രശ്നങ്ങളോ ഒന്നും കാണിക്കാതെ എല്ലാം മൗനയുദ്ധമായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളും ഇവിടെ കാണിക്കുന്നുണ്ട്. കാരണം ചില സമയത്ത് നിങ്ങൾ ഒരു ഇത് കിട്ടുന്നില്ല, ഒരു ബാലൻസ് ഇല്ലായ്മ, അത് നിങ്ങളെ മാറ്റി നിർത്തുന്ന സാഹചര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് ബാലൻസ് ഇല്ലായ്മ തന്നിട്ട് അവര് വേറെ പല കാര്യങ്ങളും അവരുടേതായിട്ടുള്ള രീതിയിൽ കൂട്ടിച്ചേർത്ത് വെക്കുന്നു. അത് ചിലപ്പോൾ ഏതെങ്കിലും സിറ്റുവേഷൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ പല വ്യക്തികളായിരിക്കാം. അങ്ങനെയുള്ള പരിപാടികളും ഇവിടെ കാണിക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഈഗോയായിട്ടുള്ള പരിപാടികളായിരിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളും ഇവിടെ കാണിക്കുന്നുണ്ട്. എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇവർക്ക് ഒരു മാജിക്കൽ പവർ ഉണ്ട്. ഒരു 50 ഡിഗ്രിയിൽ നിൽക്കുന്ന നിങ്ങളെ, അല്ലെങ്കിൽ അത്രയും ഒരു 50 ഡിഗ്രി ചൂടിൽ നിൽക്കുന്ന നിങ്ങളെ ഒരു -1 ഡിഗ്രിയിൽ എങ്ങനെ കൊണ്ടുവന്ന് എത്തിക്കാം എന്ന് നിങ്ങളുടെ ഈ വ്യക്തിക്ക് അറിയാം. അത്രയും മാജിക്കലായിട്ട് ഉള്ള ഒരു പവർ ഉള്ള ഒരു വ്യക്തിയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ അത്രയും സ്വാധീനം ചെലുത്തിയ വ്യക്തിയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ അത്രയും സ്വാധീനം ചെലുത്തിയ വ്യക്തിക്ക് മാത്രം ഇങ്ങനെ ഇത്രയും ഒരു രീതിയിൽ നിങ്ങളെ കൊണ്ടുപോയി എത്തിക്കാൻ പറ്റുള്ളൂ. അതായത് ഒരു മാജിക്കൽ പവർ ഉണ്ടെങ്കിലും സ്വാധീനം വേണ്ടേ? ഇതിൻ്റെ അകത്തുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സായിപ്പിനെ കാണുമ്പോൾ കബാത്ത് മറക്കും എന്ന് പറയണ പോലെ, അത്രയും നാൾ അവർ ചെയ്ത പ്രവർത്തികളും അത്രയും നാൾ നിങ്ങൾക്ക് ഇവരുടെ നിന്ന് കിട്ടിയ നെഗറ്റീവ് കാര്യങ്ങളൊക്കെ നിങ്ങൾ മറന്നുപോകും. അതിനുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ മറന്നുപോയിട്ട് നിങ്ങളുടെ ഫ്യൂച്ചറിനെ ഇങ്ങനെ ഇനി എന്തെങ്കിലും ഭീഷണിയാകുമോ എന്ന് പോലും ചിന്തിക്കാതെ അവര് പറയുന്ന കാര്യങ്ങളെല്ലാം അപ്പാടെ വിഴുങ്ങി നിങ്ങൾ വീണ്ടും മുന്നോട്ട് പോകും. നമ്മൾ ഏത് ബന്ധമാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പാസ്റ്റിൽ നടന്ന, നിങ്ങൾക്ക് ബുദ്ധിമുട്ടിച്ച കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കരുതെന്ന് നിങ്ങൾക്കൊരു ഉറപ്പുണ്ടാവണം. അത് ചിലപ്പോൾ വേറെ ഏതെങ്കിലും വ്യക്തികളുടെ എൻട്രൻസിന്റെ പേരിലായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും സിറ്റുവേഷൻസിന്റെ പേരിലായിരിക്കാം. എന്താണെന്നുണ്ടെങ്കിലും നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ ഫ്യൂച്ചറിന് ബുദ്ധിമുട്ടാക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിന് ബുദ്ധിമുട്ടാക്കുന്ന കാര്യങ്ങൾ വീണ്ടും ഉണ്ടാവില്ല എന്ന് നിങ്ങൾക്കൊരു ഉറപ്പ് കിട്ടിയതിന് ശേഷം മാത്രം നിങ്ങൾ മുന്നോട്ട് പോവുക. ഓക്കെ, ഇവിടെ അങ്ങനെയുള്ള കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. ഒന്നല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ വ്യക്തിക്കോ നിങ്ങൾക്കോ ഏതെങ്കിലും രീതിയിൽ അഡിക്ഷൻ ഉണ്ടാകാം. ഒന്നല്ലെങ്കിൽ ആൽക്കഹോൾ ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള അഡിക്ഷൻ ആയിരിക്കാം. പിന്നെയുള്ള ഒരു പരിപാടി കാണിക്കുന്നത്, നിങ്ങൾക്ക് ഈ വ്യക്തിയോട് അഡിക്ഷൻ കാണിക്കുന്നുണ്ട്. നല്ല രീതിയിൽ ഈ വ്യക്തിയുടെ പ്രസൻസിനോടോ, ഈ വ്യക്തിയുടെ സാന്നിധ്യം, ഈ വ്യക്തിയുടെ വാക്കുകൾ, ഈ വ്യക്തിയുടേതായിട്ടുള്ള ഒരു എന്താ പറയുക, ഫിസിക്കൽ അപ്പിയറൻസ്, സംസാരം, എന്താണെങ്കിലും അവരോട് ഒരു അഡിഷൻ, ഒരു അട്രാക്ഷൻ, ഒരു നല്ലോണമുള്ള ഒരു അറ്റാച്ച്മെന്റ്. ഇവരെന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും എനിക്ക് ഇവരെ വേണം, അല്ലെങ്കിൽ എനിക്ക് ഇവരെ കിട്ടണം, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ നിങ്ങളുടെ മനസ്സ് ചിലപ്പോഴെങ്കിലും കുറെ ആളുകളുടെ ആഗ്രഹിക്കുന്നുണ്ട്. കുറെ ആളുകളുടെ 100% ഫുൾ ടൈം ആഗ്രഹിക്കുന്നുണ്ട്. ചില ആളുകൾ അങ്ങനെയല്ല, എനിക്ക് വേണ്ട എന്നാലും വേണം, എന്നാലും വേണ്ട എന്നാലും വേണം. അങ്ങനെയുള്ള മനസ്സിന് പോലും എന്ത് ചെയ്യണമെന്ന് ചിന്തിക്കാൻ പോലും പറ്റാതെ അങ്ങനെ 2 തരം ആലോചിക്കുന്ന ആളുകളും ഈ വീഡിയോ വാച്ച് ചെയ്യുന്നുണ്ട്. ഒന്നല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആയിട്ടുള്ള ഒരു ബന്ധത്തിന്റെ പുറത്ത് ഈ വീഡിയോ കാണുന്നതായിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്ക് അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഒന്നല്ലെങ്കിൽ എക്സ്ട്രാ മാരിറ്റൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാകാം. അതല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നിങ്ങളെ അറിയിക്കാതെ ഏതെങ്കിലും ചെറിയ ചെറിയ ചിന്ന ചിന്ന കാര്യങ്ങളെല്ലാം കൊണ്ടു നടക്കുന്നുണ്ടാവും. അത് ചിലപ്പോൾ വേറെ ഏതെങ്കിലും വിഷയങ്ങളായിരിക്കാം. ഈ എക്സ്ട്രാ മാരിറ്റൽ തന്നെ ആകണമെന്നില്ല. നിങ്ങളറിയാതെ എന്തെങ്കിലും, നിങ്ങൾ അറിഞ്ഞാൽ പ്രശ്നം ഉണ്ടാകുമോ, അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ വഴക്കുണ്ടാകുമോ, ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളോ, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു സീക്രട്ട് പല കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്യാൻ അറിയാവുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ഈ വ്യക്തി. സീക്രട്ടായിട്ട് നിങ്ങളുടെ അടുത്തുനിന്ന്, അല്ലാന്നുണ്ടെങ്കിൽ പുറംലോകം അറിയാതെ സീക്രട്ടായിട്ടുള്ള പല കാര്യങ്ങളും ഒറ്റക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാള്. ഓക്കെ, നമുക്ക് നോക്കാം. ഇപ്പൊ എന്താ പറയാ, കൂടുതലും ഈ നോ കോണ്ടാക്ട് ആയിട്ടൊക്കെ ഇരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് മെസ്സേജോ ഒരു കോളോ കാര്യങ്ങളൊക്കെ വരാൻ നല്ല ചാൻസ് ഉണ്ട്.
ഓക്കെ, ഇതിലുള്ള പരിപാടികൾ എന്ന് പറയുന്നത് ഓക്കെ, അതായത് നിങ്ങള് ഒന്നല്ലെങ്കിൽ നല്ല രീതിക്ക് അണിഞ്ഞൊരുങ്ങി നടക്കുന്നവരോ, നിങ്ങൾ നല്ല രീതിയിൽ പല കാര്യങ്ങളും എന്താ പറയാ ചെയ്യാൻ നല്ല വൃത്തിയോടുകൂടി ചെയ്യാൻ അറിയാവുന്ന ആളുകളോ, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു കുട്ടിയുടെ അമ്മ, ഒരു കുട്ടിയുടെ അച്ഛൻ, ഒരു കുടുംബത്തിനെ എങ്ങനെ കൊണ്ടുപോകാം, അങ്ങനെയുള്ള രീതിയിലുള്ള ആളുകളോ, എല്ലാ പരിപാടികളും നിങ്ങളുടെ കയ്യിൽ എന്തിനും ഏതിനും എല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ അറിയാം. നിങ്ങൾ എന്തുകൊണ്ടും ഒരു ഒരു നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നൊക്കെ അറിയാം. പക്ഷേ ഒന്നല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ബന്ധത്തിൽ നിങ്ങളുടെ വ്യക്തിയുടെ സഹോദര സ്ഥാനമോ അല്ലാന്നുണ്ടെങ്കിൽ മാതൃസ്ഥാനമോ നല്ല രീതിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. കാരണം നല്ല രീതിക്ക് ചേരേണ്ട കാര്യങ്ങളെ ഒരു എന്താ പറയാ ഒരു വിലങ്ങുതടിയായിട്ട് നിന്ന് പല പ്രശ്നങ്ങളും ഉണ്ടാക്കി ബുദ്ധിമുട്ടിൽ ആക്കി ഒരു എന്താ പറയാ രണ്ടുപേരെ തമ്മിൽ അകറ്റുന്ന പരിപാടികളും ഇവിടെ നിൽക്കുന്നുണ്ട്. കാരണം ഇത് നിങ്ങൾ രണ്ടുപേരും ചേർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഈ എന്താ പറയാ മറ്റുള്ളവരെ അതിശയിപ്പിക്കുന്ന പല രീതിയിൽ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും. പക്ഷെ അത് എന്താ പറയാ ഒരു വിലങ്ങുതടിയായിട്ട് പല കാര്യങ്ങളും നിൽക്കുന്നത് കൊണ്ടാണ് ഈ ബുദ്ധിമുട്ട്. സഹോദര സ്ഥാനവും ഈ മാതൃസ്ഥാനവും ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യം നല്ല രീതിക്ക് ഇവിടെ നടന്നിട്ടുമുണ്ട്, നടക്കുന്നുമുണ്ട്. ചില ആളുകളെ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുന്ന എനർജിയും കാണിക്കുന്നുണ്ട്. പിടിച്ചു വെച്ചിരിക്കുക എന്ന് പറയുമ്പോൾ ഒരു കൂടിച്ചേരലിനെ അത് ഗണ്ണിച്ചു വെച്ചിരിക്കുന്ന, അല്ലാന്നുണ്ടെങ്കിൽ ഒരു മുറിച്ചു വെച്ചിരിക്കുന്ന ഒരു പരിപാടി. കാരണം നിങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം നിങ്ങളുടേതായിട്ടുള്ള പോസിറ്റീവ്സ് നെഗറ്റീവ്സ് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം അറിയാം. പക്ഷെ പല കാര്യങ്ങളും ഒരു 70% ആളുകളുടെയും കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്. പക്ഷെ അത് നിങ്ങൾക്ക് രണ്ടുപേർക്കും എങ്ങനെയെങ്കിലൊക്കെ യോജിച്ചുകൊണ്ട് പോവാനും പറ്റും. പക്ഷെ ഈ വിലങ്ങ് തടിയായിട്ട് പല കാര്യങ്ങളും വരുമ്പോഴാണ് നിങ്ങളുടെ ഇടയിൽ ബുദ്ധിമുട്ട് കാര്യങ്ങൾ വിഷമങ്ങൾ കൂടുതൽ ഉണ്ടാവുന്നത്. നിങ്ങളുടെ വ്യക്തി ഇപ്പൊ ഒരു ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജിൽ കൂടി കടന്നു പോകുന്ന ഒരു കാര്യമാണ്. അപ്പൊ അത് കൂടുതൽ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അത് നിങ്ങളുടെ വ്യക്തിക്കും അറിയാം. ചില സമയത്ത് നിങ്ങളെ ആലോചിച്ചുള്ള നിങ്ങളോട് പല കാര്യങ്ങളും ചെയ്തുവല്ലോ, അല്ലെങ്കിൽ നിങ്ങളെയും കൊണ്ടുവന്ന് ഇങ്ങനെയുള്ള പല പരിപാടികളിലും ഇട്ടല്ലോ എന്നൊക്കെ മനസ്സിന്റെ അകത്ത് ആലോചിക്കുന്നുണ്ട്. പക്ഷെ അത് പുറത്തു കാണിക്കുന്നില്ല, അല്ലെങ്കിൽ പുറത്ത് പ്രകടിപ്പിക്കുന്നില്ല. അങ്ങനെയുള്ള കാര്യങ്ങളും ഇവിടെ കാണിക്കുന്നുണ്ട്. പക്ഷെ എന്താണെന്നുണ്ടെങ്കിലും ഒരു പുതിയൊരു തുടക്കം, പുതിയൊരു സംസാരം, ഒരു പുതിയ രീതിയിലുള്ള ഒരു സംഭാഷണം, കാര്യങ്ങൾ, ഒരു മീറ്റിംഗ്, ഒരു ഡിന്നർ, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ അതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ തന്നെ അവരുടേതായിട്ടുള്ള എന്തെങ്കിലും ഒരു ന്യൂസ് എങ്കിലും നിങ്ങൾക്ക് അറിയാനായിട്ട് ചാൻസ് വളരെ കൂടുതലാണ്. ആ വ്യക്തിയുമായിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിംഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് കണക്ട് ആവുന്ന, നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക. നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങളൊന്നും റെസണേറ്റ് ആയില്ല, ഒന്നും കണക്ട് ആയില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോ അല്ല. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.